അസ്സലാമു ഗൈസ്, AREEKOD യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീട്ടിലൂടെ സ്വാഗതം. ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു പ്രൊഡക്റ്റായിട്ടാണ്. S8 അൾട്ര. അപ്പോൾ ടോട്ടലി അൾട്ര സീരീസ് ആപ്പിൾ വാച്ചിൻ്റെ പുറത്തിറക്കിയിട്ട്, അപ്പോൾ ഇതിൻ്റെ പുതിയൊരു സീരീസ് ആയിട്ട് S8 അൾട്ര എന്നൊരു മോഡലിൻ്റെ ഫുൾ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ് കാണാൻ പറ്റും. ടോട്ടൽ നല്ല അടിപൊളി ഡിസൈനിൽ വരുന്നൊരു ബോക്സ് തന്നെയാണ്. അതുപോലെ തന്നെ ബാക്ക് ഭാഗം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. S8 മാക്സ് എന്ന ഒരു വാച്ചിൻ്റെ ഒരു മോഡൽ നെയിം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ബോക്സിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ പിൻഭാഗത്ത് ഇതിന് വാച്ചിൽ എന്തൊക്കെ കാണിക്കുന്നു, അതുപോലെ തന്നെ വാച്ച് എന്തൊക്കെ യൂസിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഇംഗ്ലീഷിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് നോക്കും, അതുപോലെ തന്നെ നോർമലായിട്ട് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബോക്സിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ നമുക്കൊരു ഹിമാലയ കുറച്ച് മലകൾ കാണാൻ പറ്റും. മെയിനായിട്ട് അൾട്ര ആപ്പിൾ വാച്ച് പുറത്തിറക്കിയിരിക്കുന്നത് വലിയ വലിയ ഹില്ലും കാര്യങ്ങളൊക്കെ കയറുന്നവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐക്കൺ എന്നുള്ളതൊക്കെ ടോട്ടലി ഒരു ബോക്സ് നല്ലൊരു ഡിസൈനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ S8 മാക്സ് എന്ന് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, S8 മാക്സ് ഇതിൻ്റെ ഈ ഒരു കളറിലാണ്, നമ്മൾ ഓറഞ്ച് കളറാണ് ഇവിടെ അൺബോക്സ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. മറുഭാഗത്തും S8 മാക്സ് എന്നും അതുകൊണ്ട് സ്മാർട്ട് വാച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടലി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബോക്സിൽ കാണാൻ പറ്റും. ഇനി ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ടൈം ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. സ്ട്രാപ്സ്, അതുപോലെ മറുഭാഗത്ത് നമുക്ക് ഡിവൈസ് നമുക്ക് കാണാൻ പറ്റും. ഓറഞ്ച് കളർ സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന ഒരു ഡിസൈനിൽ വരുന്ന ഒരു സ്ട്രാപ്പാണ് വന്നിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് കളർ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡൽ സ്ട്രാപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രാപ്സിൻ്റെ വിഷയത്തിൽ പുതിയൊരു അപ്ഡേഷൻ തന്നെയാണ് അൾട്ര സീരീസിൽ വന്നിരിക്കുന്നത്. കാണാൻ പറ്റും ഒരു ഡിഫറെൻറ്റ് മോഡലാണ്. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈസിൽ കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ, ഒരു ക്ലോത്ത് ടൈപ്പിൽ വരുന്നൊരു ഡിസൈനിൽ വരുന്നൊരു സ്ട്രാപ്പ് തന്നെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതിന് പ്രത്യേക നെയിമും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഫില്ല് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഓരോ ഗ്യാപ്പിൽ ജസ്റ്റ് ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല കറക്റ്റായിട്ട് നല്ല പക്കായിട്ട് നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഒരു മോഡൽ സ്ട്രാപ്സ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സ്ട്രാപ്പിൻ്റെ വിഷയത്തിൽ അത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഡിവൈസാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഡ്രൈ ഒന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ് സീരീസ് 8 അൾട്ര. സെയിം ഒരു ആപ്പിൾ വാച്ച് ഡിസൈനാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡ്രൈയും കൂടി ഉണ്ട്, സ്മാർട്ട് വാച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വയർലെസ് ചാർജിങ് ആണ്, ത്രൂ വയർലെസ് ചാർജിങ്. ഇപ്പോൾ ടോട്ടൽ എല്ലാ വാച്ചിലും വരുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വാച്ച് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെട്ട് വയർലെസ് ചാർജിങ് എന്നുള്ളൊരു ഓപ്ഷന് നല്ല സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേബിൾ തന്നെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് നോർമൽ അഡാപ്റ്റർ വെച്ച് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ഓക്കെ, ചൈന ഭാഷയിലും അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലും അവർ ഇതിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ചൈന ഭാഷയാണ്. കൂൾ വെയർ ഞാൻ ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇംഗ്ലീഷിൽ കാണാൻ പറ്റും. ഇതിൻ്റെ കൂൾ വെയർ എന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ ആണ്, പിന്നെ iOS അവൈലബിൾ ആണെന്ന് ഈ ഒരു യൂസർ മാനിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഇത് സ്കാൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെ. ഓക്കെ, അത് ജസ്റ്റ് എല്ലാം സ്കിപ്പ് ചെയ്യാം, നമുക്ക് ഡിവൈസിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. ഒരു മുകൾ ഭാഗത്ത് ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഈ സ്റ്റിക്കറൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് പ്രൊട്ടക്ഷനാണ്, സ്ക്രീനിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഡിവൈസ്. കാണാൻ പറ്റും സീരീസ് 8 മോഡൽ സെയിം ഒരു ആപ്പിൾ വാച്ച് ഡിസൈനിൽ വരുന്ന ഒരു സീരീസ് 8 അൾട്ര മോഡൽ സ്മാർട്ട് വാച്ചാണ് വന്നിരിക്കുന്നത്. കാണാൻ പറ്റും. ഡിസൈൻ്റെ വിഷയത്തൊന്നും പറയാനില്ല, പക്ക സെയിം ഒരു ആപ്പിൾ വാച്ച് ഡിസൈൻ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റും വർക്കിംഗ് ആയിട്ടുള്ള 3 ബട്ടൺസാണ് നമുക്ക് വന്നിരിക്കുന്നത് വാച്ചിൽ. അപ്പോൾ തന്നെ സൈഡ് ഭാഗത്തൊക്കെ ഓറഞ്ച് കളർ സെയിം ഒരു ആപ്പിൾ വാച്ചിൽ വരുന്ന പോലെ തന്നെ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഒരു കാര്യങ്ങൾ. ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ സെൻസറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബാക്ക് പാനലൊക്കെ നല്ല അടിപൊളി ഡിസൈനിൽ തന്നെ ഒരു വൈറ്റ് ഒരു ബ്രൗൺ കളർ തന്നെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി ഡിസൈനും കാര്യങ്ങളും പക്ക തന്നെയാണ്. അത്ര നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല ഫിനിഷ് വർക്കിൽ വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് അവർ മോഡലിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ അല്ല വരുന്നത്. സെയിം ആപ്പിൾ വാച്ച് അൾട്രയിൽ എഡ്ജ് അല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്ജ് അല്ലാത്തൊരു മോഡൽ തന്നെയാണ്. ഒരു സ്ക്രോളിങ് അവൈലബിൾ ആയ ഒരു ബട്ടൻ്റെ തൊട്ട് ഇടയിൽ ഒരു മൈക്കിൻ്റെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഓക്കെ, മൈക്കാണ്. ദെൻ ഒരു എക്സ്ട്രാ ഒരു പവർ ബട്ടൺ, അതൊരു പവർ ബട്ടനാണ്. പിന്നെ സൈഡ് കീ എന്ന ഒരു ഓപ്ഷനിലാണ് ഓറഞ്ച് കളറിൽ. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും സ്ട്രാപ്പ്. ദെൻ മറുഭാഗത്ത് ഓറഞ്ച് കളറിൽ വരുന്ന ഒരു സൈഡ് കീ എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ കാണാൻ പറ്റും സൈഡ് കീ ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്പീക്കർ, അതൊരു കുറച്ച് ഡോട്ടിൽ വരുന്ന ഒരു സ്പീക്കറിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് സെൻസറും കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ വാച്ച് 8 മെയ്ഡ് ഇൻ ചൈന.
സ്മാർട്ട് വാച്ച് സീരീസ് 8 ആണെന്നും അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ചെക്കിങ് ഉണ്ടെന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ അത്രയും കാര്യങ്ങൾ. ബാക്ക് പാനലൊക്കെ നല്ല അടിപൊളി ഭംഗിയായിട്ട് വരുന്ന ഒരു അടിപൊളി ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പക്ക ഫിനിഷാണ്. ഫിനിഷിങ്ങിൻ്റെ വിഷയം നല്ല ബിൽഡ് ക്വാളിറ്റി ഒരു ഫിനിഷിൽ തന്നെ ഈ ഒരു മോഡൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, സ്ട്രാപ്സ് നമ്മളിതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. അപ്പോൾ നല്ല സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല അടിപൊളി ഒരു ഡിസൈൻ തന്നെ. സെയിം ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആപ്പിൾ വാച്ച് 8 അൾട്ര അല്ല എന്ന് പറയാൻ കഴിയില്ല. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷിൽ. ഓക്കെ, ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് ഒന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇൻ്റർഫേസ്. നമ്മൾ ആ ഒരു സ്റ്റിക്കറിൽ വന്ന ആ സ്റ്റിക്കറിൽ കണ്ട സെയിം ഒരു ഡിസൈനിൽ വരുന്ന ഒരു വാച്ച് ഫീസാണ്. നല്ല അടിപൊളിയാണ്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒന്നും പറയാൻ നല്ല അടിപൊളി പക്കായിട്ട് വരുന്ന ഒരു കിടിലം ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു മോഡലിന് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സെയിം അൾട്രയിൽ വരുന്ന ഒരു ഡിസൈൻ കാണാൻ പറ്റും. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറുന്ന ഒരു ഫീച്ചർ. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഫേസിലേക്ക് കടക്കാം. അതുപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറുന്നത് കാണാൻ പറ്റും. നല്ല അടിപൊളി ഫീച്ചർ തന്നെയാണ്. കളർ മാറുന്ന സെയിം ഒരു ആപ്പിൾ വാച്ച് അൾട്രയിൽ വരുന്ന ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി ഒരുപാട് നല്ല കിടിലം വാച്ച് ഫേസ് അവർ ഈ ഒരു മോഡലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് എടുത്ത് പറയുന്നത്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും അതുപോലെ തന്നെ സെക്കൻഡ് സൂചി നല്ല ഒരു ചാടി പോകുന്ന അല്ലാതെ സ്മൂത്തായിട്ട് ഓടുന്ന ഒരു ഡിസൈനിൽ വരുന്ന ഒരു സെക്കൻഡ് സൂചിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അൾട്രയിൽ നിന്ന് ഒരുപാട് ഫേസ് അവർ വന്നിട്ടുണ്ട്. ടോട്ടലി നമുക്ക് ഇതിൽ 10ലേറെ വാച്ച് ഫേസ് നമുക്ക് വാച്ചിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ കസ്റ്റം വാച്ച് ഫേസ് നമ്മുടെ ഫോട്ടോ വെച്ചുള്ള ഫേസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചറും കൂടെ നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പം ക്വാളിറ്റിയുടെ വിഷയത്തിൽ ഫേസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഫേസും കാര്യങ്ങളൊക്കെ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മുകളിൽ നിന്ന് വെച്ചിട്ട് അടിക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ്. ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബ്രൈറ്റ്നസ് കൺട്രോളിങ്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഡു നോട്ട് ഡിസ്റ്റർബ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗെയിം വരുന്നുണ്ട് ഈ വാച്ചിൽ. മറ്റുള്ള വാച്ചിന് ഡിഫറെൻ്റ് ആയിട്ട് 2 ഗെയിംസ് നമുക്കിതിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ഗെയിം വന്നിട്ടുണ്ട്. ഈ ഒരു ഗെയിം ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, മറ്റൊരു ഗെയിം ഇതിൽ കാണാൻ പറ്റും. നല്ല ടച്ച് ഫോണിലൊക്കെ വരുന്ന പോലത്തെ ഒരു അടിപൊളി ഗെയിംസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗെയിംസ് വരുന്നത് ജസ്റ്റ് വാച്ചിൻ്റെ ഒരു സ്മൂത്ത് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനാണ് ജസ്റ്റ് ഗെയിംസ് അവർ ഇതിലേക്ക് ആഡ് ചെയ്ത്. ജസ്റ്റ് ഷോ ഗെയിംസ് തന്നെയാണ് കാണാൻ പറ്റും. എങ്കിലും നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനിൽ തന്നെയാണ് ഗെയിം വെച്ചാൽ ടച്ചും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് പരിചയപ്പെടാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് QR കോഡ് നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോക്ക് സ്ക്രീൻ ഉണ്ട്. 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അൺലോക്ക് ആകുന്നത് കാണാൻ പറ്റാം. അതുപോലെ സിമ്പിളായിട്ട് ലോക്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന് ഒന്നുകൂടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ സേവിങ് ഉണ്ട്. പവർ ഓഫ് ആക്കണോ ഓൺ ആക്കണോ ചോദിക്കുന്നതിന് അതിൽ BT കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ സ്ക്രീൻ ഓഫ് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എത്ര ടൈം വരെ നമുക്ക് സെറ്റ് ചെയ്ത് ഇഷ്ടമുള്ള ടൈമിൽ സ്ക്രോളിംഗ് ഓപ്ഷൻ കൊണ്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കോളിംഗ് ഡയറക്റ്റ് നമുക്ക് കോളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഫീച്ചറുണ്ട്. കോൺടാക്റ്റ്, കോൾ ലോഗിങ്, ഡയൽ പേഡ്, കോൾ ലോഗിങ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡയലും കാര്യങ്ങളും അതിൻ്റെ ഒരു ഫീച്ചർ മോഡലൊക്കെ മാറ്റണമെന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് റീബോട്ടിൻ്റെ ഓപ്ഷനാണ്. സിറി വന്നിട്ടുണ്ട്. സെയിം ഒരു ആപ്പിൾ വാച്ചിലേക്ക് വന്ന് സിറി ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയും റീബോട്ട് ഓപ്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ഒരു ഫസ്റ്റ് മുകളിൽ നടിക്ക് സ്ലൈഡിങ് ഇടത് ഭാഗം സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ്ലി നമ്മൾ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ അടിയിൽ നിന്ന് മുകൾക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആണ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലത് ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഡാറ്റാസ് വരുന്നുണ്ട്. ഓക്കെ, ഡാറ്റാസ് നമുക്ക് കാണാൻ പറ്റും. വ്യൂ, ഡെയിലി അബൌട്ടും കാര്യങ്ങളൊക്കെ ഒരു നല്ല സെറ്റപ്പിലായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൻസർ ഒരു ഗ്രീൻ കളർ വരുന്ന ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു നൂറ് സ്ലൈഡ് കഴിഞ്ഞാൽ സ്ലീപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ വെതർ, മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കോൾ ലോഗ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് എക്സ്ട്രാ വേണമെന്നുള്ള കാര്യങ്ങൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നല്ല ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്ന ഒരു മോഡൽ തന്നെയാണ് S8 Max എന്ന അൾട്ര സീരീസ്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് വരുന്നൊരു S8 അൾട്ര എന്ന ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെനു സ്റ്റൈൽ കാണാൻ പറ്റും. ഇതിൻ്റെ സ്മാർട്ട് സ്റ്റൈൽ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. സ്മാർട്ട് സ്റ്റൈൽ പക്ക സ്മൂത്തായിട്ട് വരുന്ന അടിപൊളി കിടിലം സ്മാർട്ട് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡിസ്പ്ലേ ഒരു കളർഫുൾ ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ട് ഇതുവരെ ഒരു വാച്ചിൽ വരാത്തൊരു ഡിഫറൻറ്റിൽ വരുന്ന ഒരു സ്മാർട്ട് സ്റ്റൈൽ തന്നെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാണാൻ പറ്റും. അല്ല ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് ഏത് ആപ്ലിക്കേഷൻ വെച്ചാണ് സൂം ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന സെയിം ഒരു ആപ്പിൾ വാച്ച് ഫീച്ചറും കൂടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ വാച്ചിലും വരുന്ന എല്ലാ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ റീബോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന മെനു സ്റ്റൈൽസ് ഒന്ന് പരിചയപ്പെടാൻ ഡബിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെനു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് മെനു സ്റ്റൈലാണ്.
റൗണ്ട് മോഡൽ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്കിംഗ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ മെനു സീലാണ്. ഓക്കെ, ഒരു മെനു സീലും കൂടെ ഉണ്ട്. ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു മെനു സീലാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു മെനു സീൽ വന്നിട്ടുണ്ട്. ഏകദേശം 5 മെനു സീൽസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്മാർട്ട് സീൽ വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മെനു സീലിൻ്റെ വിഷയത്തിൽ ഒന്നും പേടിക്കാൻ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു മെനു സീൽസ് തന്നെയാണ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ സ്മാർട്ട് സീലാണെന്നുണ്ടെങ്കിൽ അടിപൊളി പക്ക സ്മൂത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നു നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. നമുക്കിതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം കാണാൻ പറ്റും MMLG എന്നൊക്കെ കാണുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ വന്നിട്ടുണ്ട്. ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റും. ഇതൊരു സെയിം HW സീരീസിൽ വരുന്ന ഒരു ഐക്കണും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോക്ക് അലാറം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അലാറം സെറ്റ് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷനാണ് വന്നിരിക്കുന്നത്. പാസ്വേഡ് സെറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. കലണ്ടർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ എന്നൊരു ലേഡീസിൻ്റെ ഒരു ചിത്രത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ 2 ഗെയിംസ് ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ സിറി ആപ്ലിക്കേഷൻ നമുക്ക് കണക്ട് ചെയ്യണം. അതിന് അബൌട്ടിൽ പോയി കഴിഞ്ഞ് കാണാൻ പറ്റും S8 Max സീരീസ് നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വാച്ചിൻ്റെ S8 Max എന്ന് കാണാൻ പറ്റും. നമ്മുടെ വാച്ചിൻ്റെ മോഡൽ നെയിമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ടോട്ടലി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ഫീച്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഒരു മെനു സീൽസ് ആണ്. അപ്പോൾ ഒരുപാട് മെനു സീൽസ് നമുക്ക് കാണാൻ പറ്റും. 5 മെനു സീൽസ് ഉണ്ടെന്ന് പരിചയപ്പെടുത്തി. ഓക്കെ, ശേഷം നമ്മൾ മെസ്സേജ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്ലോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രീത്ത് അതിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ടോട്ടൽ ഡാറ്റാസ് പരിചയപ്പെടുത്തി. BT ക്യാമറ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്യണം. ഓക്കെ, കോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയൽ കോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്പർ അടിച്ച് ഡയറക്റ്റ് തന്നെ വാച്ചിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റും. അതിന് വന്നിട്ട് സ്പോർട്സിൻ്റെ കുറച്ച് കോട്ട്. സ്പോർട്സിൻ്റെ കോട്ട് അൺലിമിറ്റഡ് ആണ്. ഇഷ്ടം പോലെ സ്പോർട്സ് കോട്ടാണ്. മെയിൻ അൾട്രാ വാച്ച് പുറത്തിറക്കുന്ന ഒരുപാട് ജെയിംസ് സ്പോർട്സ് ഹില്ല് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതിനുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സെറ്റിങ്സിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബ്രൈറ്റ്നസ് കൺട്രോളുണ്ട്. സ്ക്രീൻ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, വൈബ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ കീ സൈഡ് കീ എന്ന ഒരു ബട്ടണിൻ്റെ ഒരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. ലോങ് പ്രസ്സിൽ ഏത് വേണോ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ടൈപ്പിൽ ഏത് വേണോ ജസ്റ്റ് ക്ലിക്കിൽ ഏത് വേണോ. ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ ആ സൈഡ് കീൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്പോട്ട് അത് O2 ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ലോങ് പ്രസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് എടുത്ത ബട്ടൺ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് O2 ചെക്ക്. ഇതാണ് നമ്മുടെ S8 Max ആണ്. സീരീസ് 8 അൾട്രാ മോഡലിൻ്റെ S8 Maxൻ്റെ ഒരു വോയിസ് റെക്കോർഡിങ്ങിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ ഗ്യാപ്പ് കൂടെ നമുക്ക് വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് വാച്ചിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, റെക്കോർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ കേൾപ്പിച്ചു തരാം. ഇതാണ് ഇതിൽ കേൾക്കുന്ന ശബ്ദമാണ്. ഓക്കെ, വാച്ചിൻ്റെ ശബ്ദമാണ് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ റെക്കോർഡിങ്ങിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു ബോക്സിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫീച്ചർ സ്റ്റോപ്പ് വാച്ചിലാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ഫീച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അൾട്രാ സീരീസ് നല്ല അടിപൊളി കിടിലൻ മോഡൽ സ്മാർട്ട് വാച്ച് തന്നെയാണ്.
S8 Max Ultra എന്ന ഈ ഒരു മോഡൽ അൾട്രാ സീരീസ് വന്നത് അതിൻ്റെ ബാക്ക് ഭാഗം കാണാൻ പറ്റുന്ന അടിപൊളി ഫിനിഷിംഗ് ആണ്. ഇതിൻ്റെ ഒരു ഡിസൈനാണ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ഡിസൈനാണ് അവർ ഈ മോഡലിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ലിങ്ക് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിലേക്കാണ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ പ്രൈസിൽ ഈ ഒരു മോഡലായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രീപെയ്ഡാണ് ചെയ്യുന്നത്, COD അഥവാ ക്യാഷ് ഓൺ ഡെലിവറി കറൻ്റിലി അവൈലബിൾ അല്ല. ഓക്കെ, ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെൻറ്റ് ഇത് ബുക്ക് ചെയ്യുക, ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക് ട്രാൻസ്ഫറോ ചെയ്താൽ മതി. ശേഷം നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു തരും. അതുപോലെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഫോർവേഡ് ചെയ്യും. ട്രാക്ക് ID, പാക്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്യും. കേരളത്തിൽ എല്ലായിടത്തും 1-2 ദിവസം ഡെലിവറി ആവും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബൈ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.